കിഫ്ബി വിഷയത്തിൽ സർക്കാരിനും പ്രതിപക്ഷത്തിനുമെതിരെ ആഞ്ഞടിച്ച് ധനമന്ത്രി തോമസ് ഐസക്. രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നതായി ധനമന്ത്രി പറഞ്ഞു. സർക്കാർ CAG-ക്ക് നൽകിയ കത്ത് പ്രതിപക്ഷത്തിന് എങ്ങനെ ലഭിച്ചു? ഇത്തരം കാര്യങ്ങൾ ഭരണഘടനാ പദ്ധതിക്ക് യോജിച്ചതല്ലെന്നും കേരളത്തെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാമെന്ന് CAG കരുതേണ്ടെന്നും ഐസക് പറഞ്ഞു. കിഫ്ബിക്കെതിരായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടുകൂടി കോൺഗ്രസും BJP-യും നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചന മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംസ്ഥാനത്തിനെതിരായിട്ട്, സംസ്ഥാനത്തിന്റെ വികസനത്തിനെതിരായിട്ട് ഒരു ഭരണഘടനാ സ്ഥാപനം തന്നെ പ്രത്യക്ഷമായിട്ട് നീങ്ങുന്നു എന്നുള്ള സ്ഥിതിവിശേഷം ഈ പുതിയ റിപ്പോർട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ടാണ് ധനമന്ത്രിയായ ഞാൻ സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പരസ്യമായിട്ട് ഇത്തരത്തിൽ ഒരു നിലപാട് ഈ റിപ്പോർട്ട് സംബന്ധിച്ചെടുക്കുന്നത്. അതേസമയം ധനമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. നിയമസഭയിൽ വെക്കാത്ത CAG റിപ്പോർട്ടിനെ കുറിച്ച് വാർത്താസമ്മേളനം നടത്തിയ ധനമന്ത്രിയുടെ നടപടി ചട്ടലംഘനമാണ്. റിപ്പോർട്ട് ചോർത്തിയ മന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് സ്പീക്കർ നടപടിയെടുക്കണമെന്നും CAG-യും താനും ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം പച്ചക്കള്ളമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാത്ത ഏത് റിപ്പോർട്ടിനെ പറ്റിയാണ്, എങ്ങനെയാണ് ധനകാര്യമന്ത്രിക്ക് പരാമർശിക്കാൻ കഴിയുന്നത് എന്നെനിക്ക് വ്യക്തമാകുന്നില്ല. ഇവിടെ ധനകാര്യമന്ത്രി ഗുരുതരമായ ചട്ടലംഘനമാണ് നടത്തിയിട്ടുള്ളത്, നിയമലംഘനമാണ് നടത്തിയിട്ടുള്ളത്. ധനകാര്യമന്ത്രി ഹാലിളകുന്നത് തൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന, കിഫ്ബിയിൽ നടക്കുന്ന കൊള്ളകൾ, അഴിമതികൾ CAG കണ്ടെത്തുന്നു എന്നുള്ള ഇതുകൊണ്ടാണ്. കിഫ്ബിയിലേക്കുള്ള വരവും ചെലവും ഇപ്പൊ മന്ത്രിസഭ അറിയുന്നില്ല, അതോടൊപ്പം തന്നെ നിയമസഭ അറിയുന്നില്ല, CAG അറിയുന്നില്ല. ഞങ്ങൾക്ക് തോന്നിയതുപോലെ ഞങ്ങൾ ചെലവഴിക്കുമെന്ന് പറയുന്ന ഈ ധനകാര്യമന്ത്രിയുടെ ധിക്കാരം കേരളത്തിലെ ജനങ്ങൾ വെച്ച് പൊറിപ്പിക്കാൻ പോകുന്നില്ല. ഞാൻ പ്രതിപക്ഷ നേതാവായ 4 വർഷക്കാലം AG-യുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല, എൻ്റെ ഓഫീസ് ബന്ധപ്പെട്ടിട്ടില്ല. ഒരു തരത്തിലും ഞങ്ങൾക്ക് AG-യുടെ റിപ്പോർട്ട് നിയമസഭയിൽ വെക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അഴിമതി നടത്തിയത് കൈയോടെ CAG പിടിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസുമായി അവിശുദ്ധ ബന്ധമുണ്ടെന്നുള്ള കള്ളപ്രചരണമാണ് ധനകാര്യമന്ത്രി നടത്തുന്നത്. ഓഡിറ്റിനെ ഭയപ്പെടുന്നത് ഈ അഴിമതി കണ്ടെത്തി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തോമസ് ഐസക്കിന്റെ ഈ പത്രസമ്മേളനം അഴിമതി മറച്ചുവെക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫയലുകൾ വിളിച്ചുവരുത്താൻ അധികാരമുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമസഭാ സമിതിക്ക് നൽകിയ മറുപടിയിലാണ് ED ഇക്കാര്യം വ്യക്തമാക്കിയത്. ലൈഫ് മിഷന്റെ ഫയലുകൾ ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് സമൻസ് അയച്ചത് നിയമസഭയോടുള്ള അനാദരവല്ലെന്നും ED പറയുന്നു. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളിൽ കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ക്രമക്കേട് പ്രഥമദൃഷ്ട്യാ ബോധ്യമായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ചില പദ്ധതികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള വലിയ ശൃംഖല പ്രവർത്തിക്കുന്നതായും വ്യക്തമായിട്ടുണ്ട്. ഇതിന്റെ വിശദമായ അന്വേഷണത്തിനായാണ് കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടതെന്ന് ED വ്യക്തമാക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം അനുസരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവുമായി സഹകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ബാധ്യസ്ഥമാണ്. 1908 സിവിൽ പ്രൊസീജിയർ കോഡ് പ്രകാരം സിവിൽ കോടതിക്ക് തുല്യമായ അധികാരങ്ങൾ ED ഡയറക്ടർക്കുണ്ട്. അതിനാൽ ഫയലുകൾ വിളിച്ചു വരുത്തുവാനും തെളിവെടുക്കാനും ചോദ്യം ചെയ്യാനും കഴിയും. സമൻസ് പുറപ്പെടുവിച്ചു എന്നതുകൊണ്ട് പദ്ധതി തടസ്സപ്പെടുന്നില്ല, അത് നിർത്തിവെക്കേണ്ടതുമില്ല. ഇത് നിയമസഭയോടുള്ള അനാദരവോ സഭയുടെ അധികാരങ്ങളുള്ള കടന്നുകയറ്റമോ അല്ല. ലൈഫ് മിഷൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായ ഒരു സ്ഥാപനം മാത്രമാണ്. അതിനാൽ നിയമസഭയ്ക്കുള്ള സവിശേഷമായ അധികാരങ്ങൾ ലൈഫ് മിഷനില്ല. അന്വേഷണ ഏജൻസികളോട് സഹകരിക്കുന്നത് സർക്കാരിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കുമെന്ന് ED ചൂണ്ടിക്കാട്ടുന്നു. ലൈഫ് മിഷന് കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുമായി ബന്ധമില്ലെന്ന് തെളിയിക്കാനും അന്വേഷണം ആവശ്യമാണ്. വസ്തുതകൾ മറച്ചുവെക്കുക, ഇല്ലാത്ത അധികാരങ്ങൾ ഉപയോഗിക്കുക തുടങ്ങിയ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ കത്തിൽ ED നിയമസഭാ കമ്മിറ്റിയോട് അഭ്യർത്ഥിക്കുന്നു. N. ശ്രീനാഥ്, ന്യൂസ് 18 കൊച്ചി. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ നിയമസഭയെ കരുവാക്കുന്നത് നിർഭാഗ്യകരമെന്ന് നിയമസഭാ സമിതി അംഗം അനൂപ് ജേക്കബ്. വിഷയത്തിൽ സ്പീക്കർ രാഷ്ട്രീയപരമായാണ് ഇടപെട്ടതെന്നും അനൂപ് ജേക്കബ് പറഞ്ഞു.
പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് സമിതിയുടെ അധികാരം എന്ന് പറയുന്നത് നമ്മുടെ നിയമസഭയുടെ ജനാധിപത്യവും ഭരണഘടനാപരവുമായ അധികാരങ്ങളെ അന്തസ്സിനെ ഹനിക്കാൻ ശ്രമിച്ചാൽ അതിൽ ഇടപെടുവാൻ നിയമസഭാ എത്തിക്സ് കമ്മിറ്റിക്ക് സാധിക്കും. അതിന്റെ അധികാരം ആ മേഖലയിൽ തന്നെയാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ലൈഫ് പദ്ധതിയിൽ ആരോപണ വിധേയരായുള്ളവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, ഇത് അഴിമതി മൂടിവെക്കാൻ അല്ലെങ്കിൽ ക്രമക്കേട് കാണിച്ചവരെ സംരക്ഷിക്കുവാൻ നിയമസഭയെ പോലും ഉപയോഗിക്കുന്ന സാഹചര്യം വരുന്നു. അവിടെ സ്പീക്കർ അതിൻ്റെ അകത്തൊരു കൃത്യമായ നിലയിലുള്ള ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിട്ടില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ മുഖം അതിന് കൊടുത്തു എന്നത് വളരെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണുള്ളത്. മറ്റു ചില വാർത്തകളിലേക്ക്. പാകിസ്ഥാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നറിയിപ്പ്. അതിർത്തിയിൽ കടന്നുകയറാനുള്ള ശ്രമങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകും. അതിർത്തി കാക്കുന്നതിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തെ തടയാൻ ഒരു ശക്തിക്കുമാകില്ല. രാജ്യമാകെ സൈനികർക്കൊപ്പമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഭാരത് മാതാ കി രാവിലെ 9:30 വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ജയ്സാൽമീറിലെ അതിർത്തിയിലെത്തിയ മോദി സൈനികരെ അഭിസംബോധന ചെയ്തു. സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത്, കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരാവെ, BSF ഡയറക്ടർ ജനറൽ രാകേഷ് അസ്താന എന്നിവരും മോദിയെ അനുഗമിച്ചു. ഇന്ത്യയുടെ കഴിവിനെ ആരെങ്കിലും പരീക്ഷിക്കാൻ നോക്കിയാൽ അതേ ശക്തിയിൽ രാജ്യം മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. हमें आजमाने की कोशिश की फिर तो जवाब भी उतना ही प्रचंड मिलेगा. साथियों, देश की अखंडता देशवासियों की एकता पर निर्भर करती है. शांति, एकता, सद्भावना देश के भीतर देश की अखंडता को ऊर्जा देती है. ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പരിശ്രമിക്കുകയാണെന്നും രാജ്യത്തു തന്നെ നിർമ്മിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാനാണ് ശ്രമമെന്നും ചൈനയെ ലക്ഷ്യം വെച്ചും മോദി പറഞ്ഞു. ജമ്മു കശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നതിനിടെയാണ് പ്രധാനമന്ത്രി 7ാം വർഷവും സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിക്കുന്നത്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. മഹാരാഷ്ട്രയിലെ സത്താറയിൽ വാഹനാപകടത്തിൽ 5 മലയാളികൾ മരിച്ചു. 8 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ 3 പേർ ഒരു കുടുംബത്തിൽ നിന്നുള്ളവരാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന ട്രാവലർ നദിയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. മധുസൂദനൻ നായർ, ഭാര്യ ഉഷ നായർ, ആദിത്യ നായർ, സാജൻ ആരവ് നായർ എന്നിവരാണ് മരിച്ചത്. തൃശൂർ, എറണാകുളം, തിരുവല്ല സ്വദേശികളായ ഇവർ മുംബൈയിൽ സ്ഥിര താമസക്കാരാണ്. മുംബൈയിൽ നിന്ന് ഗോവയിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. KM ഷാജിക്കെതിരായ അന്വേഷണ ഏജൻസികളുടെ നടപടിയെ പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗ്. പ്രതികാര ബുദ്ധിയോടെയാണ് സർക്കാർ കേസുകളെടുക്കുന്നതെന്ന് ലീഗ് ഉന്നതാധികാര സമിതി വിലയിരുത്തി. KM ഷാജി MLA യോഗത്തിലേക്ക് വിളിച്ചുവരുത്തി വിശദീകരണം തേടിയ ശേഷമാണ് ലീഗിന്റെ നിലപാട്. പാണക്കാട് ചേർന്ന ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിലേക്ക് വിളിച്ചു വരുത്തിയാണ് ലീഗ് നേതൃത്വം KM ഷാജിയിൽ നിന്നും വിശദീകരണം തേടിയത്. ഷാജിയുടെ വിശദീകരണം തൃപ്തികരമെന്ന് നേതൃത്വം വിലയിരുത്തി. വിജിലൻസ് കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്. പോലീസിനെ ദുരുപയോഗം ചെയ്ത് വിജിലൻസിനെയൊക്കെ ദുരുപയോഗം ചെയ്ത് വിജിലൻസ് കേസും അതുപോലെ തന്നെ മറ്റു പല കേസുകളും ലോ ആൻഡ് ഓർഡർ കേസും മറ്റു പല കേസുകളും ഉണ്ടാക്കി വെഞ്ചൻസ് ഒരു പ്രതികാരം ചെയ്യുന്ന തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷാജിക്കെതിരെ എൻഫോഴ്സ്മെന്റ് അന്വേഷണത്തെക്കുറിച്ചുള്ള PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഇങ്ങനെ: കേസ് കണ്ട് പതറുന്ന പാർട്ടിയല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. വിജിലൻസ് അന്വേഷണം ആസൂത്രിതമാണെന്ന് പറഞ്ഞ KM ഷാജി ED അന്വേഷണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി. വിജിലൻസ് അന്വേഷണം ആസൂത്രിതമെന്നാണ് ആക്ഷേപം. അത് പറഞ്ഞല്ലോ, ആസൂത്രിതമാണ്, 100% ആസൂത്രിതമാണ്. നേരത്തെ MC കമറുദ്ദീനും പാർട്ടി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ആരോപണങ്ങളെ രാഷ്ട്രീയമായി നേരിടാതെ പ്രതികാര ബുദ്ധിയോടെ കേസെടുത്ത് പകരം വീട്ടുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് ലീഗ് ആരോപിക്കുന്നു. ന്യൂസ് 18 മലപ്പുറം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പാർട്ടി സെക്രട്ടറി മാറേണ്ടി വന്ന രാഷ്ട്രീയ സാഹചര്യം കീഴ്ഘടകങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് CPM നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മാറ്റമെന്ന വിശദീകരണം പ്രവർത്തകരിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമോ എന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട്. കോടിയേരിയുടെ പദവി ഒഴിയലിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ രാജിയാവശ്യം പ്രതിപക്ഷം കൂടുതൽ ശക്തമാക്കി തുടങ്ങി.
അസാധാരണ പ്രതിസന്ധിയാണ് CPM-ന് മുന്നിൽ. പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ കേസുകളിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പ്രവർത്തകർ വിശദീകരിച്ചു വരുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായുള്ള കോടിയേരിയുടെ പിന്മാറ്റം. ആരോഗ്യ പ്രശ്നങ്ങളാണ് കാരണങ്ങളെന്ന നേതൃത്വത്തിന്റെ വിശദീകരണം കീഴ്ഘടകങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ആദ്യ വെല്ലുവിളി. The statement issued by the Secretariat is complete and very self-explanatory. There is nothing more to add to that. മകനുമായി ബന്ധപ്പെട്ട വിവാദം പാർട്ടിക്ക് പ്രതിസന്ധിയാവരുത് എന്ന വിലയിരുത്തൽ കോടിയേരിയുടെ പിന്മാറ്റത്തിന് കാരണമായിട്ടുണ്ടാവാം. പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നേതൃത്വത്തിലെ പ്രധാന മാറ്റം വിപരീത ഫലമുണ്ടാക്കുമോ എന്ന ആശങ്ക പല CPM നേതാക്കൾക്കുമുണ്ട്. അണികളിലുണ്ടാവുന്ന ആശയക്കുഴപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. അതേസമയം കോടിയേരിയുടെ സ്ഥാനമൊഴിയൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള അവസരമായിട്ടാണ് പ്രതിപക്ഷം കാണുന്നത്. കേവലം പാർട്ടി സെക്രട്ടറിയോട് ഒഴിഞ്ഞു നിൽക്കുക മാത്രമല്ല, ഇവിടെ നടന്നിരിക്കുന്ന എല്ലാ അഴിമതിയുടെയും ക്രമക്കേടുകളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആ ധാർമ്മിക ഉത്തരവാദിത്തം എന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് രാജി സമർപ്പിക്കലാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM-ലെ അസാധാരണ മാറ്റങ്ങളിൽ കൂടുതൽ പ്രതികരണം മറ്റു നേതാക്കളിൽ നിന്നും ഉണ്ടായിട്ടില്ല. വേറൊന്നിലേക്ക് മാറി. ഇതേ സംബന്ധിച്ച് ഞാൻ എന്ത് വേണമെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാണ്. CPM-ന്റെ ആഭ്യന്തര വിഷയമെന്ന നിലപാടാണ് CPI സ്വീകരിച്ചത്. താൽക്കാലിക സെക്രട്ടറി ആണെങ്കിലും വിജയരാഘവന് മുന്നിലും വെല്ലുവിളികൾ പലതുണ്ട്. സർക്കാരും മുഖ്യമന്ത്രിയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പെടുമ്പോൾ അസാധാരണ മെയ്വഴക്കം പ്രകടിപ്പിക്കാറുള്ള കോടിയേരിയുടെ പിൻഗാമിയാവാൻ വിജയരാഘവൻ ഏറെ പണിപ്പെടേണ്ടി വരും. സങ്കീർണമായ ഇടതുമുന്നണി രാഷ്ട്രീയത്തിൽ ഘടകകക്ഷികളെ ഒന്നിപ്പിച്ചു നിർത്തുക എന്നതും പ്രധാന വെല്ലുവിളിയാകും. TG സജിത്, ന്യൂസ് 18, തിരുവനന്തപുരം. കോടിയേരി ബാലകൃഷ്ണന്റെ രാജി പാർട്ടി വിഷയമാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. പ്രിൻസിപ്പൽ സെക്രട്ടറി എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലായിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി കോടിയേരിയുടെ പാത പിന്തുടരുന്നില്ല? ധാർമ്മികതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കുകയാണ് വേണ്ടതെന്നും മുരളീധരൻ ആലുവയിൽ പറഞ്ഞു. എന്തുകൊണ്ട് മുഖ്യമന്ത്രി കോടിയേരി പിന്തുടർന്ന അതേ നിലപാട് എടുക്കുന്നില്ല എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. അതുകൊണ്ട് ഇതൊരു വ്യക്തിയെടുക്കുന്ന സമീപനമാകുന്നതിന് പകരം ധാർമ്മികത എന്നുള്ളത്, രാഷ്ട്രീയ മര്യാദ എന്നുള്ളത് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇതേ സമീപനം സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിനീഷ് കോടിയേരിയുടെ ബെനാമികൾ എന്ന് കരുതുന്ന 4 പേർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചു. ഈ മാസം 18-ന് ബംഗളൂരു ED ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ബിനീഷിന്റെ ഡ്രൈവർ അനിക്കുട്ടൻ, തിരുവനന്തപുരം കാർ പാലസ് ഉടമ അബ്ദുൾ ലത്തീഫ്, റഷീദ്, അരുൺ എന്നിവർക്കാണ് നോട്ടീസ്. ലഹരി കടത്ത് കേസിൽ പ്രതിയായ അനൂപ് മുഹമ്മദിന്റെ അക്കൗണ്ടിലേക്ക് 20 തവണ അരുൺ പണം അയച്ചതായി ED കണ്ടെത്തിയിരുന്നു. ഹാജരാകാൻ 10 ദിവസത്തെ സമയം വേണമെന്ന് അരുൺ EDയോട് ആവശ്യപ്പെട്ടു. അബ്ദുൾ ലത്തീഫിനും റഷീദിനും ഇത് 2ാം തവണയാണ് നോട്ടീസ് ലഭിക്കുന്നത്. ലത്തീഫിനെ കാണാനില്ലെന്ന് വീട്ടുകാർ അറിയിച്ചതിനാൽ നോട്ടീസ് വീട്ടുകാർക്ക് കൈമാറുകയായിരുന്നു. ഈ മാസം 18 തന്നെയാണ് ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡയറക്ടർ സഞ്ജയ് കുമാർ മിശ്രയുടെ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടി. വരുന്ന ബുധനാഴ്ച മിശ്രയുടെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ചുമതല നീട്ടി നൽകിയിരിക്കുന്നത്. 2018 നവംബറിലായിരുന്നു സഞ്ജയ് കുമാർ മിശ്ര ഡയറക്ടറായി നിയമിതനായത്. ആദ്യമായാണ് ED മേധാവിയുടെ കാലാവധി നീട്ടി നൽകുന്നത്. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കേന്ദ്ര സർക്കാർ EDയെ ഉപയോഗിക്കുന്നുവെന്ന വിമർശനം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നതിനിടെയാണ് നിയമനം നീട്ടിയിരിക്കുന്നത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. കോട്ടയത്ത് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയിൽ തർക്കങ്ങളില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി VN വാസവൻ. ജില്ലാ പഞ്ചായത്ത് ഒഴികെയുള്ള ഇടങ്ങളിൽ സീറ്റ് വിഭജനം 90% പൂർത്തിയായി. CPIക്കും NCPക്കും സീറ്റ് നൽകിക്കൊണ്ട് പാലാ നഗരസഭയിലെ സീറ്റ് വിഭജനം ഇന്ന് പൂർത്തിയാക്കുമെന്നും VN വാസവൻ അറിയിച്ചു.
ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാം ഏതാണ്ട് 95% സീറ്റ് വിഭജന ചർച്ചകളും സ്ഥാനാർത്ഥികളെയൊക്കെ നിർണ്ണയിച്ച് ഫീൽഡിലേക്ക് വന്നു. അങ്ങിങ്ങായി ഒറ്റപ്പെട്ട സംഭവങ്ങളാണുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2 എണ്ണത്തിൻ്റെ ഇനി തീരുമാനം, ബാക്കിയെല്ലാം തീർന്നിരിക്കും. മുനിസിപ്പാലിറ്റിയുടെ ഏതാണ്ട് 1-2 വാർഡുകളുടെ തർക്കം ചില പ്രദേശത്ത് നിൽക്കുന്നു, ബാക്കിയുള്ളതെല്ലാം തീർന്നിരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ ഏറ്റവും അവസാനത്തേക്ക് ഞങ്ങൾ മാറ്റിവെച്ചതാണ്. അത് ഇന്ന് നാളെയായി ചർച്ച ചെയ്ത് അതും പൂർത്തീകരിക്കും. അതിലൊരു സംശയവുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ചാണ്ടി ഉമ്മൻ. സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവത്വത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകാത്തതിലുള്ള പ്രതിഷേധവും ചാണ്ടി ഉമ്മൻ പരസ്യമാക്കി. ഈ വോട്ടഭ്യർത്ഥന കണ്ടാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ സ്ഥാനാർത്ഥിയായോ എന്ന് സംശയിക്കും. പക്ഷേ മത്സരത്തിനില്ലെന്ന് ചാണ്ടി ഉമ്മൻ ഉറപ്പിക്കുന്നു. പ്രതിഷേധ സൂചകമായാണ് പിന്മാറ്റം. കുറച്ചുകൂടി യുവാക്കൾക്ക് ഇതിനകത്ത് പ്രാതിനിധ്യം കിട്ടേണ്ടിയിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ അത്രയും യുവാക്കളൂടെ വന്നിരുന്നെങ്കിൽ നല്ലൊരു ലിസ്റ്റായിരുന്നു. അവർക്ക് ഒരു പ്രാതിനിധ്യം കിട്ടാത്തപ്പോൾ ഞാൻ മാത്രം മത്സരിക്കുന്നതിൽ ഒരു ഒരു ഔചിത്യക്കുറവുണ്ട്. ആ ഔചിത്യക്കുറവുണ്ട്. ഞാൻ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനമെടുക്കുകയും ഞാൻ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചതോടെ കോട്ടയത്ത് പുതുപ്പള്ളി ഡിവിഷനിൽ ചാണ്ടി ഉമ്മൻ മത്സരിക്കുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു. ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് രാഷ്ട്രീയ തട്ടകം മാറ്റുകയാണോ എന്ന ചോദ്യത്തിന് ചാണ്ടി ഉമ്മന്റെ മറുപടി ഇങ്ങനെ: ഞാൻ 2003 എന്നെ ആദ്യമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. 2003 ഇന്നേക്ക് 17 വർഷം മുമ്പ് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2006 വീണ്ടും ഞാൻ അറസ്റ്റ് വരിച്ച് എൻ്റെ കണ്ണിന് പരുക്ക് പറ്റിയിട്ടുണ്ട് ഒരു സമരത്തിൽ പങ്കെടുത്തിട്ട്. അപ്പോൾ ഞാൻ ഇന്ത്യയിലുള്ള സമരങ്ങളിലൊക്കെ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം അനന്തപൂർ ആന്ധ്രയിൽ സമരം നടന്നപ്പോൾ ആ സമരത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം ഇന്ത്യയിലൊട്ടൊക്കെ 2010 ശേഷം പലയിടത്തും ഞാൻ പ്രചരണ രംഗത്തുണ്ട്. 2008 അസംബ്ലി ഇലക്ഷന് ഞാൻ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പരിക്കേറ്റ ചെമ്പഴന്തി വാർഡിലെ UDF സ്ഥാനാർത്ഥി അണിയൂർ M പ്രസന്നകുമാറിന് വേണ്ടിയാണ് ചാണ്ടി ഉമ്മന്റെ വോട്ടഭ്യർത്ഥന. മത്സരിക്കാനില്ലെങ്കിലും പ്രചാരണത്തിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാവുകയാണെന്ന സന്ദേശമാണ് ചാണ്ടി ഉമ്മൻ നൽകുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പുതിയ പരമാധ്യക്ഷനായി ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപോലീസ സ്ഥാനമേറ്റു. തിരുവല്ല സഭ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ബിഷപ്പുമാരും വൈദികരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങ്. പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്തയെ വൈദികർ വേദിയിലേക്ക് ആനയിച്ചു. തുടർന്ന് നടന്ന പ്രത്യേക കുർബാനയ്ക്കും ശുശ്രൂഷയ്ക്കും ശേഷമാണ് സ്ഥാനചിഹ്നങ്ങൾ നൽകി സഭയുടെ 22ാമത് പരമാധ്യക്ഷനായി തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്തയെ അവരോധിച്ചത്. തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉത്തമനും യോഗ്യനുമാകുന്നു. തിരുവല്ല സഭാ ആസ്ഥാനത്ത് നടന്ന സ്ഥാനാരോഹണ ശുശ്രൂഷകൾക്ക് ഡോക്ടർ യുയാക്കി മാർ കുറിലോസ് എപ്പിസ്കോപ്പ നേതൃത്വം നൽകി. ചുമതലയേറ്റ ശേഷം സദസ്സിനെ അഭിസംബോധന ചെയ്ത മെത്രാപ്പൊലീത്ത മാനുഷിക വിഷയങ്ങളിൽ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ സഭ ജീർണതയിലേക്ക് പോകുമെന്ന് ഓർമ്മിപ്പിച്ചു. ആരോഗ്യപരമായ കാരണങ്ങളാൽ വിശ്രമത്തിലിരിക്കുന്ന ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്തയും ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു. അനുമോദന സമ്മേളനം മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത കാലം ചെയ്തതിനെ തുടർന്നായിരുന്നു പുതിയ അധ്യക്ഷന്റെ സ്ഥാനാരോഹണം. ന്യൂസ് 18 പത്തനംതിട്ട. കുട്ടികൾക്കുള്ള താരാട്ടുമായി ഓസ്കാർ നോമിനേഷൻ വരെ നേടിയ സംഗീതജ്ഞയാണ് ബോംബെ ജയശ്രീ. ഈ ശിശുദിനത്തിൽ ഏറെ പ്രത്യേകതകളുള്ള ഒരു ഗാനവുമായി എത്തുകയാണ് ജയശ്രീ. കാവേരി തീരത്തെ മഞ്ചക്കുടി എന്ന ഗ്രാമത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് തങ്കമണി രത്നമേ എന്ന ഈ താരാട്ടുപാട്ട്. ഈ കാഴ്ചകളോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. മഞ്ഞക്കുടിയിലെയും 3 സ്കൂളുകളിലെ കുട്ടികൾ 8 വർഷമായി അവരെ പാട്ട് പഠിപ്പിക്കുകയാണ്. കർണാടക സംഗീതത്തിൽ ഇന്ന് രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഈ ശബ്ദം. ശിശുദിനം ആഘോഷിക്കുമ്പോൾ രാജ്യത്തെ മുഴുവൻ കുട്ടികൾക്കും വേണ്ടി കൂടിയാണ് ഈ താരാട്ട്. കാവേരി നദീതീരത്തെ മഞ്ഞക്കുടി സ്കൂളിനെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ബോംബെ ജയശ്രീ. ആ ശ്രമത്തിലുള്ള സമർപ്പണമാണ് ഈ ഗാനമെന്ന് ജയശ്രീ ന്യൂസ് 18നോട്. I've had a long and meaningful association with the children of Manjakudi, and this center of learning will help them grow to be themselves, to be enriched by the arts
കുട്ടികൾ തന്നെയാണ് താരാട്ടിനെ അസാധാരണ തലത്തിലേക്ക് ഉയർത്തുന്ന അവസാന